ചക്ര സീരീസിൻ്റെ നെക്സ്റ്റ് ചക്ര എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയാണ്. അപ്പോൾ ഹാർട്ട് ചക്ര സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റീജിയണിലാണ്. അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്, പിങ്ക് ആണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാൻസ്ക്രിറ്റ് നെയിം എന്ന് പറയുന്നത് അനാഹത ചക്ര. ഇതിൻ്റെ എലമെൻറ്റ് എന്ന് പറയുന്നത് എയർ ആണ്. ഇതിൻ്റെ ബീജമന്ത്ര എന്ന് പറയുന്നത് യം ആണ്. അപ്പോൾ ഈ യം യൂസ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കാനും ബാലൻസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനോട് സംബന്ധപ്പെട്ടിട്ടുള്ള ഇതിനോട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ലവ്, കമ്പാഷൻ, ഫൊർഗീവ്നെസ് ആണ്. ഇത് ഇംബാലൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഗ്രീഫ് ഉണ്ടാവും, നമുക്ക് ജലസി ഉണ്ടാവും, നമ്മൾ സെൽഫിഷ് ആവും, നമുക്ക് മറ്റുള്ളവരോട് കമ്പാഷനേറ്റായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മളുടെ ഹാർട്ട് ചക്ര ഇംബാലൻസ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതേസമയം നമ്മളുടെ ഫിസിക്കൽ ബോഡി പാർട്സ് ഇതിനോട് ബന്ധപ്പെട്ടിട്ടും ഇത് ഇംബാലൻസ് ആണെങ്കിൽ നമുക്ക് ബാധിക്കാവുന്ന ഫിസിക്കൽ ബോഡി പാർട്സ് എന്ന് പറഞ്ഞാൽ ഹാർട്ട്, ലങ്സ്, ചെസ്റ്റ്, ആംസ് ആൻഡ് ഹാൻഡ്സ്, കൈയും എല്ലാം ഈ ഹാർട്ട് ചക്ര ഇംബാലൻസ് ആവും. കൈവേദന, കാലുവേദന എല്ലാം കൈവേദന ഇതിനോട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു ബോഡി പാർട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാലാണ് നമുക്ക് ഹാർട്ട് ചക്ര ബാലൻസ് ചെയ്ത് വയ്ക്കാമെന്ന് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അത് പച്ച കളറിലുള്ള ഏതൊരു ഫ്രൂട്ടും വെജിറ്റബിളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രൊക്കോളി, സ്പൈനാഷ്, ഗ്രീൻ ടീ, പിന്നെ ചില ഫ്രൂട്ട്സും ഹേർബ്സൊക്കെ ഗ്രീൻ കളറിലുള്ളത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ചക്ര ബാലൻസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു.